ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലി ചൂട് കാലത്തെ നമ്മുടെ ശരീരത്തിനെ നന്നായിട്ട് തണുപ്പിക്കാൻ പറ്റിയ വളരെ രുചികരമായിട്ടുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഇത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. ചൂട് കാലമാകുമ്പോൾ തന്നെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് നൊങ്ക്. അപ്പോൾ നൊങ്ക് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ജ്യൂസ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ അത്യാവശ്യം ഒരു 4 നൊങ്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫ്ലഷ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തുള്ള വൈറ്റ് കളറൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഇതുപോലെ നൊങ്ക് ജ്യൂസൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ്. വളരെ രുചികരമായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പുതിനയിലകളും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ പുതിനയില ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. ഇത് രണ്ടും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സ്മാഷർ കൊണ്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇടിച്ചു കൊടുക്കാം. അതായത് നമ്മുടെ പുതിനയിലയെല്ലാം നന്നായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടണം ആ ഒരു രീതിക്ക്. അതുപോലെ തന്നെ നൊങ്കിൻ്റെ വലിയ പീസുകളൊക്കെ കുട്ടി കുട്ടി പീസായിട്ടൊന്ന് ചതഞ്ഞ് മാറണം. അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, വേറെ എന്തെങ്കിലും നമ്മൾ പൊട്ടറ്റോ സ്മാഷറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ നല്ലതുപോലെ ചതച്ചെടുക്കാവുന്നതാണ്. മിക്സിയിലേക്ക് മാറ്റാൻ വേണ്ടി നിൽക്കേണ്ട. മിക്സിയുടെ ജാറിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നൊങ്ക് ഇങ്ങനെ പതഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി, അതും കൂടി ചേർക്കാം. ഒരുപാട് വേണ്ട, ചെറിയ കുട്ടി നാരങ്ങയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ നാരങ്ങയാണെന്നുണ്ടെങ്കിൽ പകുതി മാത്രം മതിയാവും. ഇതിലുള്ള ഈ നാരങ്ങയുടെ കുരുവൊക്കെ നമുക്കൊന്ന് എടുത്ത് മാറ്റാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. ഒന്നുകിൽ നമുക്ക് നന്നാറി സർബത്ത് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ആയാലും മതിയാവും. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല തണുത്ത വെള്ളം കൂടിയാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ വെള്ളം തന്നെ ചേർക്കാവുന്നതാണ്. ഒരുപാട് വേണ്ട കേട്ടോ, അത് ഈ ഒരു അളവിൽ മാത്രം മതിയാവും. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഉറപ്പായിട്ട് ഇതുവരെ ഇതുപോലെ നൊങ്ക് ജ്യൂസ് തയ്യാറാക്കിയില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് നൊങ്ക് ജ്യൂസ് വളരെ നല്ലതാണ്. ധാരാളം വെള്ളവും ജ്യൂസൊക്കെ നമ്മൾ ഈ ചൂട് സമയത്ത് കുടിച്ചേക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.